ഇഷ്ടപ്പെട്ട ആളാ ഞാൻ. കൂടോത്ര സ്പെഷ്യലിസ്റ്റ്. അല്ല മുട്ട എന്ന് കാണിച്ചേ. ഇത് ഒട്ടപ്പക്ഷിയുടെ മുട്ടയല്ലേ? ലെൻസ് മാറ്റി നോക്കണം. കോഴിമുട്ടയാ, കോഴിമുട്ട. അതെ, ഞാൻ ഈ വേൾഡ് കപ്പിന്റെ ഒക്കെ തിരക്കിലായിരുന്നു. വേൾഡ് കപ്പിലുണ്ടോ കൂടോത്രം? കൂടോത്രം ഉണ്ടോന്നോ? എതിർ ടീം തോക്കാൻ വേണ്ടി ഫാൻസുകാര് പല നിറത്തിലല്ലേ മുട്ട കൂടോത്രം ചെയ്ത് കൊണ്ടുവന്നത്. നീല, മഞ്ഞ, ചുവപ്പ്, അതി പലതും ഞാൻ ഓടി നടന്ന് നിർവീര്യമാക്കി. എന്നാ ആ മുട്ടയും കൂടെ ഒന്ന് നിർവീര്യമാക്കി തരണം. ഇതുപോലായിരുന്നു നമ്മുടെ ദിവാകരൻ മുതലാളിയുടെ വീട്ടിൽ. 2 നില വീടിന്റെ വാല് കാച്ചു കഴിഞ്ഞു 3-ാം ദിവസം വീടിന്റെ മുറ്റത്ത് 3 മുട്ട. എന്നിട്ട് വിറ്റ്. വീട് വിറ്റോ? വീട് വിറ്റില്ല, ആ 3 മുട്ട വിറ്റ്. അല്ലേ കൂടോത്രം ചെയ്തേ. നമുക്കത് പരിഹരിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കൂടോത്രം മാറ്റണം. അതിന് 101 മുട്ട വേണം. ഈ മുട്ട നമ്മുടെ വീടിന്റെ 4 ഭാഗത്തും കുഴിച്ചിടണം. പിന്നെ ബാക്കി വരുന്ന മുട്ട നമ്മൾ നടക്കുന്നിടത്തെല്ലാം കുഴിച്ചിടണം. ഒരു മുട്ട കിട്ടിയതിന്റെ പേരിലാണ് ഇപ്പൊ പറമ്പ് നിറച്ചും മുട്ട വെക്കേണ്ട അവസ്ഥയായി. അല്ല, പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യണം. എല്ലാ ബുധനാഴ്ചയും 51 മുട്ട വാങ്ങിച്ച് ഇല്ല സ്റ്റെപ്പേൽ അടിച്ച് പൊട്ടിക്കണം. ഈ മുട്ട മേടിക്കുമ്പോൾ കവലയിലുള്ള ബീനയുടെ കടയിൽ നിന്ന് തന്നെ മേടിക്കണം. അതെന്തിനാ? കാരണം ഈ ബീന എന്റെ ഭാര്യ 10 രൂപ കൂടെ കിട്ടുന്നുണ്ട്. ഏത്? അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ പിന്നെ ഈ ചില കോഴികൾക്ക് എന്നോട് ദേഷ്യമുണ്ട്. അതെന്താ? കാരണം ഞാൻ ഈ മുട്ട വിറ്റാണല്ലോ ജീവിക്കുന്നത്. അതിന്റെ ഒരു ദേഷ്യം. എനിക്ക് ഈ കൂടോത്രം ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ മുട്ടയിൽ എന്തോരം പോഷകമുള്ളതാ. അതായത് ഈ മുട്ട ഇവർക്ക് കൂടോത്രം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പുഴുങ്ങി തിന്നാ പോരെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉണ്ണിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? ഉണ്ണിക്ക് കൊളസ്ട്രോൾ ഇല്ല, ഉണ്ണിയുടെ അച്ഛൻ രവിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. അയ്യോ അതല്ല, മുട്ടയിൽ ഉണ്ണിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? അതൊക്കെ ചുമ്മാ പറയുന്നേ. അല്ലെങ്കിൽ ഇത്രേ ഉണ്ണിയായിട്ട് നടക്കുന്ന ഈ പെടക്കോഴിയൊക്കെ എന്നേ ചാവേണ്ടതല്ലേ കൊളസ്ട്രോൾ വന്നു. അത് ശരിയാ. അതെ, പൊരുന്തം കോഴിയുണ്ടോ? എന്തിനാ? അല്ല, ഈ പൊരുന്തം കോഴി ഉണ്ടെങ്കിലേ ഇനി പറമ്പിൽ ആരേലും കൂടോത്ര മുട്ട വെക്കുവാണെങ്കിൽ നമുക്ക് ഈ പൊരുന്തം കോഴി എന്ന് അതിനടയിരിക്കും. അപ്പൊ നമുക്ക് കൂടോത്ര മുട്ട കണ്ടുപിടിക്കാൻ എളുപ്പമാവും. അങ്ങനെ കൂടോത്രക്കാരി വരുന്നുണ്ട്. കൂടോത്രക്കാരി ഇതാരാന്നോ? കൂടോത്രം ചെയ്ത മുട്ട ബുൾസൈ അടിച്ച് തിന്നുന്ന ആളാ. അതാണ് ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളെന്നല്ലേ പറയുന്നത്. അതിനിവിടെ ചുട്ട കോഴി ഉണ്ടോ? മുട്ടയല്ലേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നമുക്ക് അവിടെ പേടിപ്പിക്കാം. താനാണല്ലേ മുട്ടയിൽ കൂടോത്രം ചെയ്യുന്ന ആൾ. എടോ, തനിക്ക് 10 മുട്ട കിട്ടിയ അട വെക്കാൻ പാടില്ലേ? മുട്ട കൊണ്ടല്ലല്ലോ അട വെക്കുന്നത്, തേങ്ങയും ശർക്കരയും അരിപ്പൊടിയും കൊണ്ടല്ലേ അട വെക്കുന്നത്. ഇത്തിരി ജീരകവും ഏലക്കയും കൂട്ടാ പുളിക്കും. പുളിക്കാനാണെങ്കിൽ ഈസ്റ്റ് ഇടണം. 2 പേര് ഇവിടെ കിടന്ന് പുളിപ്പിക്കാതെ വന്ന കാര്യം. പൊരുന്താനിരുന്ന കോഴിയുടെ കൂട്ടി താറാവിന്റെ മുട്ട കൊണ്ടുവന്ന് വെച്ച് താറാങ്കുഞ്ഞിനെ വിരിയിപ്പിച്ചെന്റെ വല്യപ്പൂപ്പ കാണിച്ചതാ. കൂടാത്ര അവിടെ നിന്ന് കാണിച്ചതാ. അങ്ങനെ ചെയ്താ മതിയോ? അതെ, എന്നും രാവിലെ എണീറ്റ് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് അവിടുന്ന് 32 അടി വടക്കോട്ട് നടക്കുക, അവിടുന്ന് 32 അടി തെക്കോട്ട് നടക്കുക, അവിടുന്ന് 32 അടി വീണ്ടും വടക്കോട്ട് നടക്കുക. ഇങ്ങനെ ദിവസം 3 തവണ നടന്നാ മതി, മാറിക്കോളും. അതെ, നടക്കുമ്പോ മാറാൻ എനിക്ക് കൊളസ്ട്രോൾ ഉള്ള കാര്യമല്ല പറഞ്ഞത്. കൂടോത്രമാ, കൂടോത്രം.